വലിയൊരു യാത്രയുടെ അവസാന ഭാഗമാണ് നിങ്ങളീ കാണുന്നത്. എനിക്കൊരു പീരീഡ് ഉണ്ടായിരുന്നു, ജോലിക്ക് 1 വേ 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ജോലി സ്ഥലത്തേക്ക് പോകുന്ന ഒരു പീരീഡ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്, അതിലും ഭേദം വീട്ടിലിരുന്നും കൂടെ. പക്ഷേ ആ 2 മണിക്കൂർ ഒരിക്കലും എനിക്കൊരു മുഷിച്ചിലായിട്ടോ ഒരിക്കലും ഒരു വേസ്റ്റ് ഓഫ് ടൈമായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ പോയിക്കൊണ്ടിരുന്നത് എനിക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഈ 2 മണിക്കൂർ എന്തിന് വെറുതെ വേസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഒരിക്കലും ഞാൻ ആ 2 മണിക്കൂർ അല്ലെങ്കിൽ ആ ദിവസത്തെ 4 മണിക്കൂർ ഒരിക്കലും ഞാൻ വേസ്റ്റ് ചെയ്തിട്ടില്ല. പകരം ഞാൻ എൻ്റെ ദിവസങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് ആ 2 മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു 4 മണിക്കൂർ അപ്പ് ആൻഡ് ഡൗൺ ഉള്ള 4 മണിക്കൂർ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ദിവസങ്ങൾ ചെയ്തിട്ടുള്ളത്. ശരിയാണ്, ജോലി സ്ഥലം വീട്ടിൽ നിന്നും ദൂരെ ആവുമ്പോൾ പലപ്പോഴും നമുക്ക് ഒത്തിരി ഇൻകൺവീനിയൻസുകളുണ്ട്. എസ്പെഷ്യലി കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ. അതുമാത്രമല്ല, നമുക്ക് വീട്ടിൽ വേറെ ഒരു സപ്പോർട്ടും ഇല്ലാത്ത സമയത്ത് ആ 2 മണിക്കൂർ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളാണ് സമ്മാനിക്കുന്നത്. പക്ഷേ നമ്മൾ ആ സമയം കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം സാധിക്കും എന്നും എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് അത് എത്ര തന്നെ വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ, നമുക്ക് ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഇഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഒന്നും തട്ടിക്കളയാതെ അത് ആക്സെപ്റ്റ് ചെയ്ത് ജീവിതത്തിൽ പ്ലാനിങ്ങോടുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു പരിധിവരെ ജീവിതം കടിഞ്ഞാണിട്ട് പിടിച്ച് നിർത്താൻ കഴിയും. എനിക്ക് പരിചയമുള്ളതും എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതുമായ ഒരുപാട് പേര് അവസരങ്ങളെ തട്ടിക്കളഞ്ഞ് എക്സ്ക്യൂസുകൾ പറഞ്ഞ് ജീവിതത്തിൽ ഒന്നും എത്താതെ എവിടെയും എത്താതെ നിൽക്കുന്നത്, വിഷമിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾക്കൊരു കാര്യം ചെയ്യാതിരിക്കാനാണ് നമ്മൾ പലപ്പോഴും എക്സ്ക്യൂസ് കാണുന്നത്. ചെയ്യാൻ വേണ്ടി കാരണങ്ങൾ കാണാൻ നമ്മൾ ശ്രമിക്കാറില്ല. അങ്ങനെ ഒരു കാരണം കാണാൻ ശ്രമിച്ചു നോക്കൂ, നമുക്ക് ഏതൊരു വലിയ മലയും എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയും. ഓരോ അവസരങ്ങളും എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിച്ച് നോക്കൂ. അല്ലാതെ ഈ വരുന്ന ഓരോ അവസരങ്ങളും നമുക്കെങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് ചിന്തിക്കാതെ ഓരോ അവസരങ്ങളും നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ ജീവിതത്തിന് വേണ്ടിയും നമുക്കെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്കെല്ലാം എളുപ്പമാവും. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതൊരു വലിയ യാത്രയുടെ അവസാനമെന്നല്ലേ. അതെ, ഇന്ന് ഞാൻ ആ ജോലി റിസൈൻ ചെയ്ത് ഞാൻ മറ്റൊരു ജോലിയിലേക്ക് കടക്കുകയാണ്. നേരെ ഓപ്പോസിറ്റ് 2 മണിക്കൂർ യാത്ര ചെയ്ത സ്ഥലത്ത് നിന്ന് ഫുൾ ടൈം വർക്ക് ഫ്രം ഹോമിലേക്കുള്ളൊരു മാറ്റം. ഞാൻ ഈ യാത്ര മിസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഈ യാത്ര മിസ് ചെയ്യും. കാരണം ഈ യാത്രയിലാണ് ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനായാസം എനിക്ക് ആ 4 മണിക്കൂറുകൾ കണ്ടെത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു പാട്ട് കേൾക്കാനാണെങ്കിലും, പാട്ട് പഠിക്കാനാണെങ്കിലും, കൂട്ടുകാരോട് സംസാരിക്കാനാണെങ്കിലും ഒക്കെ എനിക്ക് ഈ സമയം എനിക്ക് ഒരുപാട് എഫേർട്ട് എടുക്കാതെ തന്നെ എനിക്ക് സമയം കിട്ടിക്കൊണ്ടിരുന്നു. അത് ഞാൻ മിസ് ചെയ്യും. പല പ്രയോറിറ്റീസും മാറും. നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ സമയം ഉപയോഗിക്കും. എന്നിരുന്നാൽ പോലും എനിക്കിപ്പോൾ 2 കൊച്ചുകുട്ടികളായതുകൊണ്ട് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നതും ഒരു അനുഗ്രഹമാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, നമുക്ക് മുന്നിൽ വരുന്ന അവസരങ്ങളെ ഒരിക്കലും തിരസ്കരിക്കാതെ അത് നമുക്ക് പ്രയോജനപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ജീവിതം കുറച്ചൊക്കെ പ്ലാനിങ്ങോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി.